കാരണം അവരിപ്പോ ഞാനാണല്ലോ. കുറെ പാക്കൊക്കെ പെറുക്കി കൊടുത്തായിരുന്നല്ലോ. ഒരു 3 കൊല വെട്ടി വിറ്റായിരുന്നു. മാങ്ങയും ചക്കയൊക്കെ വിറ്റ് കാശ് കുറെ ഉണ്ടാക്കുന്നുണ്ട്. കുറച്ചൊക്കെ നമുക്ക് നാളെ എന്തോ കാര്യമായിട്ട് പ്ലാൻ ചെയ്യാനുണ്ടായിരുന്നു. ഹലോ, അങ്ങനെ നമ്മുടെ ഉപ്പും മുളകും പാറമട വീട്ടിലെ എന്റെ പൊന്നോ ഒന്നൊന്നര പാരയാട്ടോ നമ്മുടെ സിദ്ധു അളിയൻ. വേറൊന്നുമല്ല, നമ്മുടെ കേശുവളിയനിട്ട് വധിച്ച് കൊല്ലുവാണേ. നമ്മുടെ കേശുവളിയൻ ഇടയ്ക്ക് ഇങ്ങനെ ഗൗരിയമ്മനോട് പറയുന്നുണ്ട്, ഞാൻ പടവലത്ത് പോയാലോ എന്ന് ആലോചിക്കുക എന്നിങ്ങനെ പറയുന്നുണ്ടേ. അപ്പൊ തന്നെ നമ്മുടെ ഭവാനിയമ്മ ഒരുകൊന്ന് കണക്കായിട്ട് വരുന്നുണ്ടേ. നീ അവിടുന്ന് 3 കൊല വിറ്റു എന്ന് കേട്ടു, അതുമല്ല കുറെ സാധനങ്ങൾ നീ അവിടെ വിറ്റു എന്ന് കേൾക്കുന്നുണ്ടല്ലോ, അതിന്റെ പൈസ ഒന്നും ഇവിടെ കൊണ്ടുവന്നില്ലല്ലോ എന്ന് പറയണം. അപ്പൊ സിദ്ധുവളിയൻ പറയുന്നുണ്ട്, മാങ്ങ വിറ്റും ചക്ക വിറ്റും കൊല വിറ്റൊക്കെ കുറെ ഉണ്ടാക്കുന്നുണ്ട്, കുറച്ച് ഞങ്ങൾക്കൂടെ താ അളിയാ എന്നൊക്കെ നമ്മുടെ സിദ്ധുവളിയൻ പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ കേശു, ഒന്ന് പോ അളിയാ, അങ്ങനൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ തടിതപ്പോ കേട്ടോ. അപ്പൊ തന്നെ നമ്മുടെ ഭവാനിയെ മുമ്പ് നമ്മുടെ കേശുവിനെ കുത്തിന് പിടിച്ച് നിർത്തുന്നുണ്ട്. മര്യാദയ്ക്ക് കണക്ക് ഇവിടെ വെച്ചോ, അല്ലെങ്കിൽ കേശുവേ നീ എന്റെ തനി സ്വഭാവം അറിയും എന്ന് പറയുക കേട്ടോ. നമുക്ക് ഒരു സങ്കടം എന്താന്ന് വെച്ചാലുണ്ടല്ലോ, ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ലച്ചുവും ശിവാനിയും വേറെ ആരും ഇല്ല കേട്ടോ. ആകെ നമ്മുടെ സിദ്ധോളിയനും കേശുവളിയനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെക്കുന്ന ഒരു എപ്പിസോഡാട്ടോ കൂട്ടുകാരെ നമുക്ക് ഇന്ന് കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ ലച്ചു കൂടെ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ പൊളിയായിരുന്നാനെ അല്ലെ. കാത്തിരിക്കാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.